കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകാതെ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് വിവരങ്ങൾ നൽകാൻ രണ്ടാഴ്ചത്തെ സാവകാശം വേണമെന്ന് എം വർഗീസ് ആവശ്യപ്പെട്ടു. അതിനിടെ സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും 1 കോടി പിടിച്ചെടുത്തതിൽ ആദായനികുതി വകുപ്പിന്റെ നടപടി തുടരുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനോട് ഇന്ന് വീണ്ടും ഹാജരാകാനായിരുന്നു ഇഡി നിർദ്ദേശം. എന്നാൽ എം വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. മെയ് ദിനമായതിനാൽ ജില്ലയിൽ പാർട്ടി പരിപാടികൾ ഉണ്ടെന്നും ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും എം വർഗീസ് ആവശ്യപ്പെട്ടു. ഇതോടെ എം വർഗീസിന് വീണ്ടും സമൻസ് അയച്ച തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇഡി നീക്കം. സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകത്തിന്റെയും സ്വത്തുവിവരങ്ങൾ നൽകാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവരങ്ങൾ നൽകാൻ എം വർഗീസ് രണ്ടാഴ്ചത്തെ സാവകാശം തേടി. അന്വേഷണത്തോട് എം വർഗീസ് സഹകരിക്കുന്നില്ലെന്നും ഇഡി വ്യക്തമാക്കി. സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത 1 കോടി രൂപയിന്മേൽ തുടർ നടപടികൾ തുടരും. അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച 1 കോടിയിലെ അതേ നോട്ടുകളാണ് ഇതെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇക്കാര്യം സിപിഐഎം ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയിരുന്നു. മരവിപ്പിച്ച അക്കൗണ്ടിലേക്ക് പണമിടാനെത്തിയതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ 1 കോടി രൂപ പണമായി എത്തിച്ചതും ചട്ടലംഘനമാണെന്നാണ് ആദായനികുതി വകുപ്പിന്റെ വാദം. 24 കൊച്ചി.